ബിഗ് ബോസ്. കാരണം ഒന്നുമല്ലാത്ത രജിത് കുമാറിനൊക്കെ രജിത് കുമാർ എന്താണ് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തത്. കാരണം അതിന് മുമ്പേ 10-17 വർഷം കൊണ്ട് ചാനൽ ചർച്ചകളിലൊക്കെ ഞാൻ വരുന്നുണ്ട്. പക്ഷേ ഈ ചാനൽ ചർച്ചകളിൽ പലപ്പോഴും കുറേ പേര് തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് വന്നു വരും, അല്ലെങ്കിൽ പിന്നെ അവിടെ അടിയാവും. നമുക്ക് തന്നെ അറിയാം, ഒത്തിരി ചാനലുകളിൽ നമ്മൾ ഫൈറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നന്മയുള്ള കുറേ ആൾക്കാരാണ് സ്നേഹിച്ചിരുന്നത്. ബാക്കി ഈ പലതും ഫുൾ സിംഗിൽ വരാത്തത് കൊണ്ട് നമ്മുടെ തലമുറ ജനങ്ങളെ കുറേ പേരെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നു. പക്ഷേ ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഷോയിൽ വന്നതിന് ശേഷം ലോക മലയാളികൾക്ക്, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് രജിത് കുമാർ എന്താണെന്നും പുള്ളി എന്താണ് പറയുന്നതെന്നും ഉള്ള വ്യക്തമായ കാഴ്ചപ്പാട് കിട്ടി. അതുകൊണ്ട് എനിക്ക് ബിഗ് ബോസ് ഷോയോട് നന്ദി മാത്രമേ ഉള്ളൂ. അത് അല്പം പോലും താഴോട്ട് പോകാനോ അതിൽ വെള്ളം ചേർക്കാനോ ഒരാളിനെ ഞാൻ സമ്മതിക്കില്ല. ശരിയല്ലേ? അങ്ങനെ വേണ്ടേ? തീർച്ചയായിട്ടും വേണം. അതിന് ആരൊക്കെ എന്നെ തെറി വിളിച്ചാലും ചെളിവാരി എറിഞ്ഞാലും ഞാനൊരിക്കലും എന്നെ സഹായിച്ചിട്ടുള്ള വ്യക്തികളെ, അല്ലെങ്കിൽ എനിക്കൊരു ഗുണം ലഭിച്ചിട്ടുള്ളൊരു വ്യക്തികളെ മോശമാക്കാൻ, മറ്റുള്ളവർ ചെയ്യാൻ, ഡീഗ്രേഡ് ചെയ്യാൻ ഞാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ബിഗ് ബോസ് തുടങ്ങാൻ കാത്തിരിക്കുകയായിരുന്നു. തുടങ്ങി. ഈ സീസൺ കണ്ടു. ഞാൻ കാണാതിരിക്കത്തില്ല. പക്ഷേ ഞാൻ ലൈവ് കാണുന്നില്ല. കാരണം ലൈവ് കാണാൻ ഇപ്പം തന്നെ ഞാൻ ഒരു ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ നിന്നാണ് വരുന്നത്. ഇപ്പം വേറെ കുറേ ചാരിറ്റി പരിപാടിയുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ മണ്ണെണ്ണയും അരിയും സാധനങ്ങളും ഒക്കെ വാങ്ങിക്കാൻ പോകണം. എൻ്റെ വീട്ടിലെ എല്ലാ പണിയും ഞാൻ തന്നെ ചെയ്യുന്ന ആറ്റിങ്ങിൽ. ഇപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ എറണാകുളത്തേക്ക് വന്നു, ഹോസ്റ്റലിലേക്ക് വന്നു. ഇനിയിപ്പോൾ അടുത്ത ദിവസം എനിക്ക് തമിഴ്നാട്ടിലോട്ട് പോകണം. അവിടെ ഒരു ചെറിയൊരു ഡിസ്കഷനുണ്ട്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ എനിക്ക് ലൈവ് പലപ്പോഴും കാണാൻ പറ്റില്ല. പക്ഷേ ഹോട്ട്സ്റ്റാറിലൂടെ ഞാൻ ഉറപ്പായിട്ട്, വീട്ടിലാണെങ്കിൽ TV കാണും, ഹോട്ട്സ്റ്റാറിലാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും എല്ലാ ദിവസത്തെയും 1-1.5 മണിക്കൂറുള്ള ബിഗ് ബോസ് പ്ലസ് കൂടെ കണ്ടിരിക്കും ഞാൻ. അധികം സെലിബ്രിറ്റികൾ ഇല്ലാത്തൊരു ബിഗ് ബോസ് ആണ്. അധികം സെലിബ്രിറ്റി എന്ന് വെച്ചാൽ എൻ്റെ സീസൺ വരുമ്പോഴും ഞാനതല്ലായിരുന്നു, ഞാനൊരു കോമണറായിരുന്നു. മീൻസ് സാധാരണ ആൾക്കാരല്ല. ഞാനിപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ രാത്രി 7 മണിക്ക് ശേഷം നോക്കിയാൽ തട്ടുകടയിലെ ഞാൻ കാണും. നമുക്കൊരു സെലിബ്രിറ്റി ഇല്ല. കാരണം നമ്മുടെ ജനങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ ഇതൊക്കെ ചില നിയോഗങ്ങൾ എന്ന് പറയുന്ന ഒരെണ്ണമാണ്. നിയോഗം, ഞാൻ വിശ്വസിക്കുന്ന ഒരെണ്ണമുണ്ട്. ഈ ദൈവാനുഗ്രഹം, നിയോഗം എന്നൊക്കെ പറയുന്ന, തലയിലെഴുത്തെന്നൊക്കെ പറയില്ലേ, നമുക്ക് ആ ഒരു ടൈം ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇപ്പോൾ കുറേ പേര് എന്നെ തെറി വിളിക്കും, എന്നാലും ഞാൻ പറയും, നമ്മളെ നല്ല സമയത്ത് ജനിക്കുക എന്ന് പറയുന്ന ഒരു ഭയങ്കര ഫാക്ടർ തന്നെയാണ്. മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ ആ ടൈമിലുള്ള കുറേ അനുഭവങ്ങൾ ഞാൻ അനുഭവിച്ചു. ഒരുപക്ഷെ എൻ്റെ ആ ടൈമിൽ ജനിച്ചതുകൊണ്ടാവാം ഞാൻ കുറേ നാളിന് മുമ്പ് വരെയും ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുകയും, ചതിക്കപ്പെടുകയും, വഞ്ചിക്കപ്പെടുകയും, ദ്രോഹിക്കപ്പെടുകയും, ആത്മാർത്ഥവും സത്യസന്ധവുമായ സമൂഹത്തിൽ പലതും ചെയ്തിട്ടും, സാമൂഹ്യ പ്രതിബദ്ധതയോടെ പലതും ചെയ്തിട്ടും ഞാൻ ഒരുപാട് അനുഭവിച്ചതാണ്. ഓർമ്മയുണ്ടാവില്ല പഴയ ജീൻസിൻ്റെയൊക്കെ കാര്യം. 2011 ഞാൻ പറഞ്ഞതാണ്, കുട്ടികൾ ഇറുകിയ ജീൻസ്, ഇറുകിയ ടൈറ്റ് വസ്ത്രങ്ങൾ, അത് ഒരുപാട് കാരണങ്ങളിലൂടെയാണ് ഞാൻ പറഞ്ഞത്. എൻഡോസൾഫാൻ സ്പ്രേ ചെയ്ത സ്ഥലങ്ങളിൽ ഇപ്പോഴും ജനിക്കുന്ന കുട്ടികൾക്ക് വൈകല്യങ്ങളുണ്ട്. അപ്പോൾ ഭാവി തലമുറയെ നമ്മൾ നോക്കിക്കൊണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയോടെ പറയുമ്പോൾ അത് കുറേ പേർക്ക് ഇഷ്ടപ്പെടത്തില്ല. അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാനിത് കാണുന്നുണ്ട്, ഇതിനകത്തെ കാര്യങ്ങൾ വീക്ഷിക്കുന്നുണ്ട്. ഇതിനകത്ത് കുറേ പ്ലസ് പോയിൻറ്റുകൾ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. അതിനകത്ത് കുറച്ച് ഫേക്കുകൾ വരുമ്പം എനിക്ക് കഴിഞ്ഞ വർഷം വരെ ഞാൻ ആദ്യ സമയങ്ങളിലൊന്നും ഒന്നും പറഞ്ഞില്ലായിരുന്നു, അല്ലേ? 50 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് അഖിൽമാരാരുടെ സീസണിൽ ഞാൻ പിന്നെയാണ് പറഞ്ഞത്. ഇപ്പം അങ്ങനെ വൈൽഡ് കാർഡായിട്ട് പോകുന്നുണ്ടോ എന്ന് ചോദിക്കും. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒരു അവസരം കിട്ടുമായിരിക്കും. പക്ഷേ അങ്ങനെയല്ല. ഇത് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ, ഇപ്പോൾ ഏഷ്യാനെറ്റ്, ബിഗ് ബോസ്, എൻ്റെ മോൾ ഷൈനിന് ആരെ വേണമെങ്കിലും കയറ്റിവിടാം. അപ്പോൾ മോനെ വേണമെങ്കിലും കയറ്റിവിടാം, ഇങ്ങനെ വേണമെങ്കിലും കയറ്റിവിടാം, ആരെ വേണമെങ്കിലും കയറ്റിവിടാം. പക്ഷേ കയറ്റി വിടുമ്പോൾ അയാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മളവിടെ ചെന്ന് അത് പൊളിച്ചടുക്കിയിട്ട് വരെ അല്ല ഷോ പൊളിച്ചടുക്കിയിട്ട് വരെ അല്ല വേണ്ടത്. നമ്മളെ കയറ്റി വിടുന്നത് ഒരു ഷോ വിജയിപ്പിക്കാൻ, അല്ലെങ്കിൽ അതിനകത്തുള്ള കണ്ടസ്റ്റൻസിനെ കൂടുതൽ ബൂസ്റ്റ് ചെയ്യാൻ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ടാണ്. അപ്പം ഈ സീസണിൽ അങ്ങനെ വേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ എന്നെ മാത്രമല്ല കേട്ടോ, ഒരുപാട് പേരെക്കുറിച്ച് അവർ ചിന്തിക്കും. അതിൽ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യും. ഇപ്പം ഒരു ഹോട്ടൽ തുടങ്ങിയാൽ ആ ഹോട്ടൽ പൊളിക്കാൻ നടക്കുന്നവനെ അവിടെ പൊറോട്ട ഉണ്ടാക്കാൻ കയറ്റി വിടുമോ? ഇല്ല. അപ്പം നന്നായി പൊറോട്ട അടിക്കാൻ കഴിവുള്ളവനെ ആ ഹോട്ടലിലോട്ട് ജോലിക്കായിട്ട് കയറ്റും. അപ്പോഴേ ആ ഹോട്ടൽ വിജയിക്കത്തുള്ളൂ. അപ്പോൾ എപ്പോൾ വിളിക്കോ ഇല്ലയോ, അതെങ്ങനെയും വിളിക്കാം കേട്ടോ. വൈൽഡ് കാർഡായിട്ട് വിളിക്കാം. അപ്പോൾ ഒരു പക്ഷേ ഒരു 4 സീസൺ കഴിയുമ്പോൾ, 4 വീക്ക് കഴിയുമ്പം ഒരു പക്ഷേ വൈൽഡ് കാർഡായിട്ട് ആരെ വേണമെങ്കിലും വിളിക്കാം. അല്ലെങ്കിൽ ഒരു 2 ആഴ്ച നിൽക്കാൻ വേണ്ടി വിളിക്കാം. അല്ലെങ്കിൽ ഒരു 5 ദിവസത്തേക്ക് ചലഞ്ചറായിട്ട് വിളിക്കാം. ഏത് ലെവലിൽ വേണമെങ്കിലും അവർക്ക് വിളിക്കാം. അത് ഒരു മാറ്റമൊന്നുമില്ല. അത് ഈ കഴിഞ്ഞ സീസൺ, 1ാമത്തെ സീസൺ തൊട്ട് ലാസ്റ്റ് സീസൺ വരെയുള്ള ആരെയും വിളിക്കാം. അവർ പ്രതീക്ഷയോടുകൂടിയാണ് വിളിക്കുന്നത്. പക്ഷെ അവിടെ ചെന്ന് സ്വഭാവം മാറിക്കഴിഞ്ഞാൽ അവർ വിഷമത്തിലായി പോകും. ഇപ്പോൾ സീസണൊക്കെ വെച്ച് നോക്കുമ്പോഴേ ഈ സീസണിലെ കണ്ടസ്റ്റൻറ്റുകളെല്ലാം വളരെ ആവറേജ് ആണെന്ന് പുതിയൊരു അഭിപ്രായം വരുന്നു. എടാ കുട്ടാ, നിൻ്റെ പേര് ഞാൻ മറന്നുപോയി. മനു.
ഏതാ നീയും അതിനകത്ത് കയറേണ്ടവനാണ് കേട്ടോ. ഇതൊക്കെ ചെയ്ത് മനുവിനെ ഞാൻ ഒരു ദിവസം ബിഗ് ബോസ് ഷോക്കകത്ത് കാണുന്നുണ്ട്. എല്ലാവരും സെലിബ്രിറ്റികൾ തന്നെ കയറിയ പിന്നെ അതിനെന്താ സുഖം? അതൊന്ന് ആലോചിക്കും, ഒന്ന് ആലോചിച്ച് നോക്കും. എല്ലാവരും കയറി സെലിബ്രിറ്റി, എല്ലാ മുൻനിര സിനിമാ നടന്മാർ, എല്ലാവരും സീരിയൽ നടന്മാർ. അപ്പോൾ പിന്നെ നമ്മൾ സാധാ ആൾക്കാർക്ക് വേണ്ടേ? ഇപ്പോൾ രാഷ്ട്രീയക്കാരെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇപ്പോൾ ഇലക്ഷൻ വരുമ്പോൾ പഴയ കസേരയിൽ ഇരുന്ന ആൾക്കാർ തന്നെ വീണ്ടും ഫ്രെയിമിൽ അല്ലേ? പുതിയ ആൾക്കാർക്ക് അവസരം വേണ്ടേ? എപ്പോഴും ഈ MP ആയിട്ടും MLA ആയിട്ടും അപ്പോൾ ഞാൻ ഇരുന്ന് ചിന്തിക്കാറുണ്ട്, ഇവരെല്ലാം കഴിഞ്ഞ ജന്മം രാജാവായിട്ട് ജനിച്ചവരായിരിക്കും അല്ലേ? ജനനം തന്നെ പാർലമെൻറ്റിൽ ഇരിക്കാനും MLA കസേര ഇരിക്കാനും, ഇരുന്നവർ 3 വട്ടം 4 വട്ടം, ബാക്കിയുള്ള അണികൾ അടികൊള്ളാനും കൊടി പിടിക്കാനും അണികൾ അല്ലേ? ആരാ? നിങ്ങളെപ്പോലെയുള്ള നമ്മളെപ്പോലെയുള്ള ആൾക്കാർ വോട്ട് കുത്താനും അടികൊള്ളാനും തെറി വിളിക്കാനും കമ്പ് പിടിക്കാനും ഇങ്ങനെ നടക്കുന്നു. പുതിയ തലമുറയിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരെല്ലാം കയറി വരട്ടെ. അതുകൊണ്ട് ഇപ്പോഴത്തെ സെലക്ഷൻ തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതാണ്. ഇപ്പം രതീഷിനെ എനിക്കറിയില്ലായിരുന്നു, റോക്കി എനിക്കറിയില്ല. അതിനകത്ത് എനിക്കറിയാം എന്നുള്ളൊരു 3-4 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സിനിമയിലുള്ള മുൻനിര ആർട്ടിസ്റ്റുകളായിട്ടുള്ള 2-3 പേരുണ്ട്. യമുന ചേച്ചിയെ അറിയാം. അവാർഡ് കിട്ടിയ സിനിമാ നടിയെ പോലും എനിക്കറിയത്തില്ല. എന്താ എൻ്റെ പേര്? നമ്മുടെ ശ്രീരേഖ അല്ലേ? എനിക്ക് ആ കുട്ടിയെ പോലും എനിക്കറിയില്ല. വേനൽ എന്ന് പറയുന്ന സിനിമയിലാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയെന്ന് പറയുന്നു. പക്ഷേ പുള്ളിക്കാരത്തി ആർട്ടിസ്റ്റ് തന്നെയാണ്, സിനിമയിലും ആർട്ടിസ്റ്റ് തന്നെയാണ്. എനിക്കിതിനകത്തും പുള്ളിക്കാരത്തി നല്ലൊരു ആർട്ടിസ്റ്റായിട്ട് തന്നെ. കാരണം ക്യാമറ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനിങ്ങനെ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചു. പുള്ളിക്കാരത്തി കറക്റ്റായിട്ട് ക്യാമറ വരുന്നത് മനസ്സിലാക്കിയിട്ടാണ് ഓരോന്ന് ചെയ്യുന്നത്. പക്ഷേ നേരത്തെ ചോദിച്ച രതീഷ് അതല്ല, രതീഷിൻ്റെ പുറകെയാണ് ക്യാമറ. ശ്രദ്ധിച്ചോ? ബിഗ് ബോസ് ഹൗസിനകത്തുള്ള കംപ്ലീറ്റ് ക്യാമറകളും രതീഷിൻ്റെ പുറകെയാണ്. കാരണം എൻ്റെ അതേ ഞാൻ പക്ഷെ ഞാൻ ഒരു കാര്യം ആലോചിച്ചു. ഞാൻ മനഃപൂർവ്വം ഒറ്റപ്പെടാനായിട്ട് ശ്രമിച്ചിട്ടില്ല. ഫ്രം മൈ ഹാർട്ട് ഞാൻ തുടക്കം മുതലേ എൻ്റെ കൂടെയുള്ള എല്ലാവരോടും കമ്പനി കൂടാനാണ് ശ്രമിച്ചത്. പക്ഷെ പതുക്കെ എന്നിൽ നിന്ന് പലരും അകന്നു പോകുന്ന ഒരവസ്ഥയാണ്. ഞാൻ ഉപദേശം കൊടുത്തിട്ടും എൻ്റെ അനിയനെ പോലെ നോക്കിയ ഒരാൾ അവസാനം മാറിപ്പോയില്ലേ? അങ്ങനെ പലരും മാറിപ്പോയില്ലേ? നിങ്ങൾക്ക് ആ റിവ്യൂ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മതി, യാതൊരു സംശയമില്ല. ഒരിക്കലും ഞാൻ ഒറ്റപ്പെടാനായി പർപ്പസീവായി ശ്രമിച്ചിട്ടില്ല. നോർമലി ഓട്ടോമാറ്റിക്കലി സാഹചര്യങ്ങൾ ഞാൻ ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. ഞാൻ ഒറ്റയ്ക്ക് ജനിച്ച ആളാണ്. അതുകൊണ്ട് എനിക്ക് ഒറ്റ വെറുപ്പാണ്. എനിക്കെപ്പോഴും സംസാരിക്കണം, ആരെങ്കിലുമൊക്കെ വേണം. അത് കറക്റ്റായിട്ട് നോക്കിയാൽ മതി. ഇപ്പോൾ ആര്യ, എൻ്റെ കൂടെയുള്ള ആര്യ വന്ന് എന്നോടൊപ്പം സംസാരിച്ച് കുറേ കാര്യങ്ങൾ കേട്ടിട്ട് ആര്യ തന്നെ അതിൽ പറയുന്നുണ്ട്, ചേട്ടനോടൊപ്പം പോയി എന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ചേട്ടൻ പറയുന്ന കാര്യങ്ങൾ വളരെ ശരിയാണ്, ഞാനും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ എനിക്കാണെങ്കിൽ എപ്പോഴും സംസാരിക്കാൻ ആൾ വേണം. ഞാൻ ഒരിക്കലും ഒറ്റപ്പെടാൻ ശ്രമിച്ചില്ല. പക്ഷേ ഇവിടെ രതീഷ് ആ നമ്പർ എടുക്കുന്നുണ്ട്, ഒരു തുറുപ്പ് എടുക്കുന്നുണ്ട്. എങ്ങനെ വെച്ചാൽ മനഃപൂർവ്വം പെടുപ്പിക്കലല്ല കേട്ടോ, ഒറ്റപ്പെടുത്തിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട്. കാരണം ഇങ്ങനെ പോയി അങ്ങോട്ട് ഓരോന്നിലും വിഷയങ്ങളുണ്ടാക്കി കംപ്ലീറ്റ് ആക്കിയിട്ട് താൻ ഒറ്റപ്പെടുകയാണ്, അല്ലെങ്കിൽ എല്ലാവരും തന്നെ ഒറ്റപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തിയേ ഞാൻ അടങ്ങൂ എന്ന് പറയുന്ന ഒരു ചെറിയൊരു സാധനം. പക്ഷേ എനിക്ക് രതീഷിന് ഇഷ്ടമാണ്. പക്ഷേ ഒരു ചെറിയൊരു സാധനം രതീഷ് എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുവരുന്നുണ്ട്. ആയിട്ടില്ല. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പം പുള്ളിയുടെ വായിന്ന് ചിലപ്പോൾ വീഴാം. ഞാൻ നമ്മുടെ ക്യാമറ എടുത്തു പോകും. ഞാൻ ഒറ്റപ്പെട്ടുകൊണ്ടാണ്, പിന്നെ എനിക്കൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ എന്നിട്ടും ക്യാമറ നോക്കിയൊന്നും സംസാരിച്ചിട്ടില്ല. ഞാൻ ആത്മകഥം പോലെ പറഞ്ഞാണ് പോയത്. പക്ഷേ രതീഷ് താമസിയാതെ ഈ ആത്മകഥയിൽ എത്തിച്ചേരും. അതുകൊണ്ട് രതീഷ് ആത്മകഥയിലെത്തും. അതെ, നമ്മുടെ വഴിയിലൂടെ എത്തും. കാരണം ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ എന്നെ മാത്രം അതെ കുറ്റു പോകില്ല എന്നുള്ള, കുറ്റു പോകുന്നുണ്ടെങ്കിൽ ഗേറ്റിൻ്റെ അവിടെ പോയി, അതിൻ്റെ അവിടെ പോയി ബിഗ് ബോസിനെ വിളിക്കണ്ടേ? ആ ക്യാമറയിലൂടെ വീണ്ടും വിളിക്കണ്ടേ? എന്നെ ഇറക്കി വിടും, ഞാൻ തിരിച്ച് കയറില്ല എന്ന് പറഞ്ഞ് വേണമെങ്കിൽ കഥവിലിടിക്കണ്ടേ? ബിഗ് ബോസിനോട് പലവട്ടം ആവശ്യപ്പെടണ്ടേ? ഇത് ഒരു പ്രാവശ്യം കണ്ടേ ആവശ്യപ്പെട്ടുള്ളൂ എന്ന് പെട്ടിയും കൊണ്ടുപോയിട്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരും വിളിച്ചപ്പോൾ എന്താ പറഞ്ഞാൽ, നിങ്ങളെല്ലാവരും വിളിച്ച സ്ഥിതിക്ക് ഞാൻ തിരിച്ച് കയറി വരാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയല്ല, അത് കണ്ടൻറ്റ് കൊടുക്കാൻ വേണ്ടി തന്നെയാണ്. കണ്ടൻറ്റ് ഇപ്പോൾ നമ്മൾ കുറേ അത് എന്നെ സംബന്ധിച്ച് ഓട്ടോമാറ്റിക്കലി വരുന്ന കണ്ടൻറ്റുകളാണ്. ഞാൻ പഠിച്ചിട്ട് ചെയ്യുന്നതോ ഞാൻ മുൻധാരണയോടെ പോകുന്നതാണ്. ഇപ്പോൾ തന്നെ അഖിൽമാരുടെ സീസണിൽ ഞാൻ ചെന്നപ്പോൾ ഞാൻ സത്യസന്ധമായിട്ട് എന്നെ അറിയാമെന്നുള്ളവർക്കറിയാം, ഞാൻ ക്ലീൻ മനസ്സിനകത്ത് കംപ്ലീറ്റ് ശുദ്ധമാക്കിയിട്ടാണ് കയറുക. എന്താണോ വരുന്നത്, ഇപ്പോൾ നിങ്ങൾ അടുത്ത എന്ത് ചോദ്യം ചോദിക്കുമെന്ന് എനിക്കറിയാമോ? ഇല്ല. പക്ഷേ നിങ്ങൾ എന്ത് ചോദ്യം ചോദിച്ചാലും ഞാൻ ഉത്തരം പറയും. അപ്പം അങ്ങനെ നമുക്ക് പഠിച്ചു വെച്ചിട്ട് വരുന്നതല്ല, അത് സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന, അത് നമ്മുടെ ജീവിത അനുഭവങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഒരു സാധനമാണ്. അതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരിക്കലും കണ്ടൻറ്റ് കൊടുക്കാൻ വേണ്ടി വന്നിട്ടില്ല. എൻ്റെ സാഹചര്യങ്ങൾ വരുന്നതിനനുസരിച്ച് ഇപ്പോൾ അതിനകത്ത് തന്നെ സുജോ വന്ന് എന്നെ ഇടിക്കാനൊക്കെ കഴിയുമ്പോൾ നീ വിറവ് വലിച്ച് കീറുക, അപ്പോൾ അതൊക്കെ വരുന്ന ആ സമയത്ത് വരുന്നതാണ്. ഇപ്പം വിചാരിച്ചാൽ അതൊന്നും വരത്തില്ല, ആ സിറ്റുവേഷനിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് രതീഷ് കുറേ നമ്മളെ പഠിച്ചിട്ടാണ് പോയിരിക്കുന്നത്. എന്നെ മാത്രമല്ല, കുറേ ഏറെ പേരെ പഠിച്ചിട്ടുണ്ട് പുള്ളി. ഷോ കണ്ടു. അങ്ങനെ തന്നെ വേണ്ടേ? നമ്മളൊരു മത്സര പരീക്ഷ എഴുതാൻ പോകുമ്പോൾ എല്ലാം കാണണം. പക്ഷേ കൈവിട്ടു പോകരുത്. വളരെ ഡേഞ്ചറസ് കളിയാണ്. എപ്പോൾ വേണമെങ്കിലും
രതീഷിന് കൈവിട്ട് പോകാം. ഇടയ്ക്ക് 1-2 സ്ഥലങ്ങളിൽ രതീഷിന് കൈവിട്ട് പോയി. ആ കൈവിട്ട് പോയതാണ് മറ്റേ ആ കെട്ടിപ്പിടുത്തം പാടില്ല എന്ന് പറയാൻ പാടില്ലായിരുന്നു. ജാൻമണി എൻ്റെ അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ ജാൻമണി ഞാനും കൂടെ കഴിഞ്ഞ ഇടവേള ബാബുച്ചേട്ടൻ്റെ കോഴിക്കോട് നടന്ന ഫാഷൻ ഷോയിൽ ഞങ്ങൾ രണ്ടും ഒരുമിച്ചായിരുന്നു ഗസ്റ്റായിട്ടിരുന്നത്. നല്ല വ്യക്തിത്വമാണ് ജാൻമണി. എൻ്റെ ഒരു സഹോദരി പോലെ തന്നെ ഭയങ്കര ഫ്രണ്ടാണ്. ഞങ്ങൾ നല്ല സുഹൃത്താണ് ജാൻമണി. പക്ഷേ ജാൻമണിയിലും ഒരു ചെറിയ പ്രശ്നമുണ്ട്. കാർത്തുപ്പൽ എന്ന് പറയുന്ന ഒരു എന്താ മറ്റേ ഒരു ആട്ടെന്ന് നമ്മൾ പറയില്ലേ അല്ലേ, പബ്ലിക് പ്ലേസിൽ അല്ലെങ്കിൽ പബ്ലിക് സാധനത്തിൽ ആ ഒരു ആട്ട് ഒരു പക്ഷേ അതും ഒരു അല്പം നമുക്കൊരു സഭ്യമായ ഒരു സാധനം ഇല്ലേ അല്ലേ, ആ ഒരു സഭ്യമായ അതിൽ നമ്മുടെ ശ്രീരേഖ എന്നല്ലേ കുട്ടിയുടെ പേര്, നടിയുടെ കാര്യം, അത് നല്ല സഭ്യമായിട്ടുള്ള കാര്യത്തിലാണ് കാര്യം ചെയ്തു പോകുന്നത്. അപ്പം നമ്മളൊരു പൊതുവേദിയിൽ പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. പബ്ലിക് പ്ലാറ്റ്ഫോം നമ്മൾ പറയുമ്പോൾ അതുപോലെ തന്നെ പച്ചത്തെറി വരുന്നുണ്ട് സാധനം ചിലയിടത്തു നിന്നൊക്കെ, മായും കായും അതാണ് പച്ചത്തെറി. അപ്പം നമ്മൾ കുട്ടികളൊക്കെ കാണുന്നത് കൊണ്ട്, ചെറിയ കുട്ടികളും കാണുന്നതുകൊണ്ട് നമ്മൾ അത് കൃത്യമായിട്ട് നമ്മൾ സ്വയം നമ്മളെ എന്ത് ചെയ്യുക, ഒന്ന് എഡിറ്റ് ചെയ്ത് വിടുന്നതായിരിക്കും കുറച്ച് നല്ലതെന്ന് തോന്നുന്നു. എഡിറ്റിംഗ് അവർ കംപ്ലീറ്റ് എഡിറ്റിംഗ് വരത്തില്ല, എന്നാലും പച്ചത്തെറിയും അല്ല മുണ്ടുപൊക്കി കാണിക്കലൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഫുള്ള് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അല്ലല്ല, അത് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ അർജുൻ എന്ന് പറഞ്ഞ ക്യാപ്റ്റൻ ഇല്ലേ, അർജുൻ, അവനത് കൃത്യമായിട്ട് റീഡ് ചെയ്തിട്ട് അവൻ വന്നു നിന്നിട്ട് കോക്കസിൽ ഗ്രൂപ്പിനകത്ത് സംസാരിക്കുമ്പോൾ കൃത്യമായിട്ട് പുള്ളിക്കാരൻ, ഞാൻ റിവ്യൂ ഇടുന്നില്ല. ഇപ്പോൾ എനിക്ക് എൻ്റെ ചാനലുണ്ട്, രജിത്ത് ചാനൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ചാനലുണ്ട്. പക്ഷേ ഞാൻ റിവ്യൂ ഒന്നും ഇടുന്നില്ല. എനിക്കങ്ങനെ പൈസ ഉണ്ടാക്കാൻ താല്പര്യമില്ല. കാരണം എനിക്ക് താല്പര്യമില്ല. ഞാൻ അങ്ങനെ എൻ്റെ ഫോളോവേഴ്സിനെ ഞാൻ മിസ്യൂസ് ചെയ്ത് അങ്ങനെ എനിക്ക് താല്പര്യമില്ല. ഇതിലൂടെ ഒരുപാട് പണം ഉണ്ടാക്കാൻ നല്ല കാര്യം, അങ്ങനെ ചെയ്യുന്നവർ ചെയ്തോട്ടെ. ഞാൻ വേദങ്ങളും അതിൻ്റേതായ രീതിയിലാണ് പോകുന്നത്. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളത് ഉപയോഗിച്ചോളൂ. ജാൻമണി അങ്ങനെ ചെയ്തപ്പോൾ കൃത്യമായി ഞാൻ വിചാരിച്ചു ഈ രതീഷ് ചെയ്തതിനെ വേറൊരു ആംഗിളിൽ സാധനം കൊണ്ടുവരുമെന്ന്. കറക്റ്റായിട്ട് അർജുൻ അവിടെ പോയിരുന്നിട്ട് എനിക്ക് തോന്നുന്നു സിജോയുടെ കൂടെയോ മറ്റേ സുരേഷ് ചേട്ടൻ്റെ കൂടെ ആരുടെയാണ് പറയുന്നത്, കണ്ടോ ജാൻമണി പിടിച്ചതുകൊണ്ടാണ് പ്രശ്നം, വേറെ ആര് പിടിച്ചാലും പ്രശ്നമില്ല എന്ന് ഞാൻ പ്രത്യേകം ചോദിച്ചപ്പോൾ. അപ്പോൾ അവരുടെ ആ ഒരു വ്യക്തിത്വത്തിനെ ചെറുതായിട്ടൊന്ന് ഇൻസൾട്ട് ചെയ്യുന്ന പോലെ എനിക്കത് തോന്നി. അത് പറയണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു ഗ്രൂപ്പ് എന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പം അത് 100 ദിവസം ഒരുമിച്ച് നിൽക്കേണ്ടി വരുമ്പം നമ്മൾ കെട്ടിപ്പിടിക്കും, നമ്മൾ തോളിക്കയിടും, അതൊക്കെ സഭ്യമായ കാര്യത്തിൽ ഒരു പ്രോബ്ലവും ഇല്ല, ഒരു പ്രശ്നമില്ല. പക്ഷേ ഈ നമ്മൾ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയുള്ള ചെറിയ കെട്ടിപ്പിടുത്തങ്ങളും അല്ലെങ്കിൽ പ്രണയ നാടകങ്ങളും അതൊരു സുഖമില്ലാത്തൊരു അവസ്ഥയിലാണ്. ആദ്യ ചോദ്യം വരട്ടെ. അതെ പ്രണയ നാടകങ്ങളുണ്ടല്ലോ, യാതൊരു സംശയമില്ല. അതൊരു 1 മാസം കഴിഞ്ഞിട്ട് തുടങ്ങിയിരുന്നെങ്കിൽ ഞാനും സപ്പോർട്ട് ചെയ്തേനെ അല്ലേ. നല്ല കാര്യമാണ്. ഇപ്പോൾ ജാസ്മിന് നല്ല മൊഞ്ചത്തിയാണ്, നല്ല സുന്ദരിയായ പെണ്ണാണ്. ഗബ്രി നല്ല സുന്ദരനായ പയ്യനാണ്. ഒരു മാസം സഹിച്ചൂടെ അല്ലേ, ഒരു മാസം സഹിച്ചൂടെ? ഇത്രയ്ക്ക് ആക്രാന്തോ അപ്പോൾ ഇത് ഒരു കൈവിട്ട കളിയായിപ്പോൾ, ഒത്തിരി എമർജൻസി ആയിപ്പോൾ. അതുകൊണ്ട് ജനങ്ങൾക്കറിയാം. ഇപ്പോൾ കഴിഞ്ഞതിനും തുടങ്ങിയതാണല്ലോ. എൻ്റെ സീസണിൽ ഒരു പ്രണയം വന്നു, ഞാനല്ലേ പൊളിച്ചത് അല്ലേ. ഇപ്പോൾ ഈ കഴിഞ്ഞ സീസണിൽ ഞാൻ വൈൽഡ് കാർഡായി പോയപ്പോൾ ഒരു സാധനം പൊളിച്ചില്ലേ അല്ലേ, അതിനകത്തുള്ള സാധനം. അപ്പോൾ അതൊന്നും റിയലല്ല. ഒരേ ഒരു ദിവ്യമായ പ്രണയമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മുടെ സ്വന്തം പേളിമാണിയും ശ്രീയേഷും തമ്മിലുള്ള സീസൺ ഉണ്ട്. അതുകൊണ്ട് ബെസ്റ്റിനെ തന്നെ നമ്മൾ പറയണം, അതിന് സംശയമൊന്നുമില്ല. അത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. അതിനുശേഷം അതുപോലെ വരണം ഇതുവരെ എത്തിയിട്ടില്ല, പക്ഷേ അതുപോലെ വരുമായിരിക്കും കേട്ടോ. അതുപോലെ വരണം. ഇനി എപ്പോഴെങ്കിലും ഞാനൊരു മത്സരാർത്ഥിയായി പോയാൽ ഇതുപോലെ ഏതെങ്കിലും ഒരു നല്ല മീൻസ് ഒരു കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് അവിടെ വരികയാണെങ്കിൽ ഞാൻ എൻ്റെ ഉള്ളിൽ നിന്നൊന്ന് പ്രണയിക്കാൻ, അതെൻ്റെ ബാക്കി കിടക്കുന്നൊരു സാധനമുണ്ട്. എൻ്റെ ഉള്ളിലൊരു സാധനം കിടപ്പുണ്ട്, ഒരു പ്രണയം. അത് ഇതുവരേക്കും ദിവ്യമായ ഒരു പ്രണയം ഇതുവരേക്കും എനിക്കെങ്ങും കാണിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടൊരു ദിവ്യമായ പ്രണയത്തിനുള്ളൊരു സ്കോപ്പ് എവിടെയെങ്കിലും ഒരു സിനിമയിലെങ്കിലും കിട്ടുമെന്ന് നോക്കി ഞാൻ കാത്തു കിടക്കുകയാണ്. പ്രണയിക്കും തെറ്റില്ല, നല്ല പ്രണയങ്ങൾ വരട്ടെ, അത് നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതൊരു ഉഡായിപ്പ് പ്രണയമായിപ്പോയി, മനസ്സിലായില്ലേ? കണ്ടൻറ് ഇല്ല അവരുടെ കയ്യിൽ കണ്ടൻറ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തുള്ള ഇപ്പോൾ പിരിയും ഒരല്പസമയത്തിനുള്ളിൽ, എന്തെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും അപ്പുറത്തും തേച്ച് നമുക്ക് നോക്കാം. ഒരു 1-2 ആഴ്ചക്കകത്ത് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ചേട്ടൻ ചാനൽ ചർച്ചകളിലൊക്കെ നേരത്തെ സജീവമായിരുന്ന ഒരാളാണ്. ഇപ്പോൾ സുരേഷ് ഗോപി ഇപ്പോൾ ഇലക്ഷന് നിൽക്കുകയാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ശക്തമായ ഒരു 3 മുന്നണികളുള്ള ഒരു ശക്തമായ മത്സരമാണ് തൃശ്ശൂർ കിടക്കുന്നത്. എൻ്റെ ദൈവമേ, കഥ ഇതുവരെ എന്ന് പറയുന്ന സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ വന്ന് അതിന് ഇൻ്റർവ്യൂകളെല്ലാം കൊടുത്ത് അവിടെ നിന്ന് നിങ്ങൾ എന്നെ പിടിച്ച് ബിഗ് ബോസിൽ കൊണ്ടുപോയിട്ട് എന്നെ പിടിച്ച് രാഷ്ട്രീയത്തിലോട്ട് കൊണ്ടുവന്നിട്ട് തേക്കാൻ നോക്കരുത്. എനിക്ക് രാഷ്ട്രീയത്തിനെക്കുറിച്ച് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം എന്ന് പറയുന്നത്, ഞാൻ ജാതി മത രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി സാമൂഹ്യ പ്രതിബദ്ധതയോടെ ഞാൻ സിനിമയിലേക്ക് വന്നതും
ബിഗ് ബോസ് ഷോയിലേക്കൊക്കെ പോയത് കിട്ടുന്ന എമൗണ്ടിൽ നല്ലൊരു വിഹിതവും വൃദ്ധസദനങ്ങളെയും അതുപോലെ തന്നെ ക്യാൻസർ ആൻഡ് ഡയാലിസിസ് കുട്ടികളെയൊക്കെ സഹായിച്ചുകൊണ്ട് അച്ഛനില്ലാതെ അമ്മ വളർത്തുന്ന, ഞാൻ അങ്ങനെ വളർന്നൊരു കുട്ടിയാണ്. പഠിക്കാൻ മിടുക്കരായ പാവപ്പെട്ട കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണമെന്ന് സത്യസന്ധമായി ആലോചിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു. അല്ലെങ്കിൽ എനിക്ക് ഭാര്യ മക്കളോ കുടുംബമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. എനിക്ക് ആരോടും കള്ളവും പറയേണ്ട, പറ്റിക്കണ്ട. പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ ഒരെണ്ണം പറയുമ്പോഴത്തേക്ക് അത് വേറെ വഴിയിലേക്ക് പോകും. എനിക്ക് താല്പര്യമില്ലാത്ത വിഷയമല്ല, രാഷ്ട്രീയം എനിക്ക് താല്പര്യമുണ്ട്, സാംസ്കാരിക പ്രതിബദ്ധതയെ കൊണ്ട് തീർച്ചയായിട്ടും ഇതിനകത്ത് എനിക്ക് അഡീഷണലായിട്ടൊന്ന് പറയാനുള്ളത് ഇതും കൂടെ നിങ്ങൾ കേട്ടോണം. ഞങ്ങളിപ്പോൾ ആദ്യമായൊരു ഹോളിവുഡ് പടം ചെയ്തിട്ടുണ്ട്. എൻ്റെ രണ്ടാമത്തെ പടമാണ്. പറവൂർ സിദ്ദിഖ് എന്ന് പറയുന്ന ഓഫ് ബീറ്റ് സിനിമകളുടെ, നിങ്ങൾ അറിഞ്ഞു കാണില്ല, നിങ്ങളിതിലൂടെ അറിയണം. ലാൻഡ് ഓഫ് സോളമൻ എന്ന് പറയുന്ന ഒരു ഹോളിവുഡ് ഫിലിം, ഓസ്കാർ അതുപോലെ തന്നെ ക്യാൻ ഫിലിം, ടൊറൻഡോ, അതിൽ പല ആർട്ടിസ്റ്റുകളിലും സെലക്ഷൻ പോയിട്ട് അവസാനം കറങ്ങിത്തിരിഞ്ഞ് സോളമൻ എന്ന് പറയുന്ന ആ മഹാരാജാവിൻ്റെ, ഇത് ഫാൻറ്റസിയും ഇല്യൂഷനും റിയാലിറ്റിയും കൂടെ മിക്സ് ചെയ്തിരുന്ന ഫിലിമാണ്. അത് കറങ്ങിത്തിരിഞ്ഞ് എൻ്റെ തലയിലേക്ക് തന്നെ വന്നു. അങ്ങനെ സോളമൻ എന്ന് പറയുന്ന നല്ലൊരു ക്യാരക്ടർ കഴിഞ്ഞ 24 മണിക്കൂർ വെച്ച് പല ദിവസങ്ങളിൽ ഷൂട്ടുണ്ടായിരുന്നു, ത്രൂ ഔട്ട് ഷൂട്ട്. ആ ഷൂട്ടിൽ എന്നോടൊപ്പം എൻ്റെ വൈഫായി ക്ലാര എന്ന് പറയുന്ന ഒരു ത്രൂ ഔട്ട് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. വേറെ ആരുമല്ല, നിങ്ങളുടെ സ്വന്തം ലതാദാസ് തന്നെയാണ്. ഇതുവരെ എന്ന് പറയുന്ന സിനിമ ഉൾപ്പെടെ കുറേ സിനിമകളിൽ നായികയെ അഭിനയിച്ച എൻ്റെ പ്രിയ സുഹൃത്ത് ലതാദാസ്, ലതയാണ്. ലാൻഡ് ഓഫ് സോളമൻ എന്ന് പറയുന്ന സിനിമയുടെ ക്ലാര. 2 വാക്ക് ലാൻഡ് ഓഫ് സോളമനെ കുറിച്ച് പറയൂ. ഹസ്ബൻഡായിട്ടുള്ള ലാൻഡിനെ, ആ കിങ് ഓഫ് ലാൻഡ് ഓഫ് സോളമനെ കുറിച്ചും പറയും. ഈ ചിത്രം ഇതൊരു ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഇല്യൂഷന് റിയാലിറ്റി എല്ലാം കൂടി ഒരു മിക്സ് ആയിട്ടുള്ളൊരു ചിത്രമാണ്. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള ക്യാരക്ടറിൽ നിന്നൊരു ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ രജിത്തേട്ടനും നിങ്ങൾ ഇത്ര നാളും കണ്ട പോലത്തെ ഒരു ക്യാരക്ടറല്ല അതിൽ ചെയ്തിരിക്കുന്നത്. ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ, ഇമോഷൻസും എക്സ്പ്രഷൻസും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സാധനമാണ്. അത് വേറെ ലെവലാണ്. പറവൂർ സിദ്ദിഖ്, അതുപോലെ തന്നെ ക്യാമറ ചെയ്തിരിക്കുന്നത് ജലീൽ ബാദുഷാ എന്ന് പറയുന്ന 33 സിനിമകൾ DOP ആയിട്ടുള്ള കിഡിലം ക്യാമറാമാനാണ്. എല്ലാവരും സമർപ്പിച്ച്, ക്രൂ തന്നെ ഹോൾ സമർപ്പിച്ച് 24 hours 20 hours അല്ലേ, ഫുൾ ടൈം നമ്മൾ മരിച്ചു നിന്ന് പ്രവർത്തിച്ച ഒരു ഷോയാണ്, സിനിമ. ഏപ്രിലത്തെ ടൊറൻഡോ ഫെസ്റ്റിവലിന് അയക്കാനുള്ള പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ക്ലാരയ്ക്ക് ഓസ്കാർ അവാർഡ് കിട്ടട്ടെ, ടൊറൻഡോ അവാർഡ് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സോളമൻ അടിപൊളിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു അവാർഡ് ഇല്ല, എന്തെങ്കിലുമൊക്കെ കിട്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാലേ, നേരത്തെ പറഞ്ഞ കണക്ക് സമൂഹത്തിൽ ആർക്കെങ്കിലുമൊക്കെ സഹായം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ലതയോട് ഞാൻ പറയുന്നുണ്ട് ബിഗ് ബോസിലോട്ട് പോകണമെന്ന്. ഇപ്പോൾ ഇതിലൂടെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ഇപ്രാവശ്യം അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ബിഗ് ബോസ് ഷോയിലേക്ക് ലതാദാസിനെയും സെലക്ട് ചെയ്യേണ്ടതാണ്. കാരണം നല്ലൊരു ആർട്ടിസ്റ്റാണ്. ചോദിച്ചോളൂ. ബിഗ് ബോസ് ഈ സീസണിൽ 19 പേരെയാണ് എടുത്തേക്കുന്നത് അല്ലേ, ശരിയല്ലേ? 19 പേരല്ലേ? പക്ഷേ 19 പേര് തലയൊക്കെ അവിടെ കാണാനുണ്ട്. ആകെ നമ്മുടെ മനസ്സിനകത്ത് രതീഷ്, പിന്നെ റോക്കി അല്ലേ, 2 മെയിനായിട്ട് വന്നത്. പിന്നെ സിജോയുടെ എന്തോ ശബ്ദം വന്നു, ശ്രീരേഖയുടെ വന്നു, ജിൻഡോയുടെ ശബ്ദം വന്നോ, ജിൻഡോ അങ്ങോട്ട് ആക്കി, ജിൻഡോ ആരോ പേടിപ്പിച്ചോ, ജിൻഡോ പേടിച്ച കണക്ക് തോന്നി. പക്ഷേ ജിൻഡോ നല്ല ആക്റ്റീവ് പ്ലെയറാണ് കേട്ടോ. ജിൻഡോ എൻ്റെ സ്റ്റുഡൻ്റാണ്, അതറിയോ? ജിൻഡോ എൻ്റെ സ്റ്റുഡൻ്റാണ്, മിടുക്കനാണ്, വളരെ ഹാർഡ് വർക്കറാണ്, ഹെവി ഹാർഡ് വർക്കറാണ്. ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്നതാണ്. ജിൻഡോ കാലടിയിലാണ്, ഞാൻ കാലടി ശങ്കരക്കോളയിലെ സാറായിരുന്നു, അങ്കമാലിയിലാണ്. കൂടാതെ ഞാനും ജിന്നോയും കൂടെ സ്വപ്നസുന്ദരി എന്ന് പറയുന്ന സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. മിടുക്കനാണ്. പക്ഷേ എന്തോ പുള്ളി അമ്മയെ ഓർത്തിട്ടോ അതോ ഫസ്റ്റ് എലിമിനേഷൻ ലിസ്റ്റിൽ വന്നപ്പോൾ ഒരല്പം പുള്ളിക്ക് കുറച്ച് സമയം കൊടുക്കണം. ഞാൻ എന്തായാലും ബിഗ് ബോസിനോടും കൂടി അപേക്ഷിക്കുകയാണ്. ഒരു 2 ആഴ്ച 3 ആഴ്ച ജിൻഡോയ്ക്ക് എന്തായാലും ഇത്രയൊക്കെ മസിലൊക്കെ ബിൽഡ് ചെയ്ത് ഒരു ആ കാറ്റഗറി കൊണ്ടുവന്നതല്ലേ. ഞാൻ ആദ്യമായിട്ടൊരു റെക്കമെൻഡേഷൻ, ജിൻഡോയ്ക്കൊരു 2-3 ആഴ്ച ഒരു സമയം കൊടുക്കണം. അതിനുശേഷവും ജിൻഡോ ആക്റ്റീവ് ആയില്ലെങ്കിൽ നമുക്ക് പുറത്തേക്ക് പോകാം. കാരണം ജിൻഡോയിൽ നിന്ന് ഞാനൊരു ED പ്രതീക്ഷിക്കുന്നുണ്ട്, ഉറപ്പ്. ഒരു പരിധി കഴിഞ്ഞ് അവ അടിക്കും, അവന് ക്ഷമയില്ല. അത് അവൻ അങ്ങനെ പിടിച്ച് നിൽക്കുന്നു എന്നുള്ളൂ. ഉണ്ടോ? അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ ജിൻഡോയിൽ നിന്ന് പുറത്ത് വരും. ഇപ്പോൾ ആദ്യം നമ്മൾ സ്റ്റാർട്ടിങ് ട്രബിൾ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് അത്രയേ ഉള്ളൂ. പിന്നെ ബാക്കി പലരും ഇവരുടെ ഈ ഒരു മാസീവായിട്ടുള്ള എഫക്റ്റിൽ ബാക്കി പലരും മെർജ് ചെയ്ത് പോവുകയാണ്. പലരും പുറത്തോട്ട് അങ്ങനെ കാണുന്നില്ല. വേറെ ആരെ പറയാൻ പറ്റും? ഇടയ്ക്കിടയ്ക്ക് വന്നപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നതല്ലേ ഉള്ളൂ. ജാസ്മിൻ ഇടയ്ക്കൊന്ന് ശബ്ദം കൂട്ടിയിട്ട് ജാസ്മിൻ അങ്ങ് പോകും. പിന്നെ ആരുണ്ട്? പിന്നെ എടുത്തു പറയത്തക്ക രീതിയിൽ വേറെ ജാൻമണി നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. സിജോ ടോക്കിൽ ഇരുന്ന സംസാരത്തിൽ സിജോ കാര്യമായി സംസാരിച്ചു. പക്ഷേ സിജോ ഗ്രൂപ്പുണ്ട്. ഒന്ന് പ്രത്യേകം പറയണം കേട്ടോ, ഒന്ന് പറഞ്ഞണം. ഇപ്പോൾ അല്പം തെറിയൊക്കെ നമ്മുടെ റോക്കി ഭായി പറയുമെങ്കിൽ പോലും റോക്കി ഭായിയും അതുപോലെ തന്നെ രതീഷും ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് കളിക്കുന്നത് അല്ലേ, ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് കളിക്കുന്നത്. വേറെ ആര്? സിജോയ്ക്ക് പോലും ഗ്രൂപ്പുണ്ട്.
സുജോയും മറ്റും അവനുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടൊക്കെയാണ് നമ്മുടെ മുടിയൻ അനിയനില്ലേ, മുടിയൻ അവരെല്ലാം തമ്മിൽ ഋഷിയൊക്കെ ആയിട്ട് തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും. എന്നിട്ടും അവർ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഒറ്റയ്ക്കാണെന്ന് പറയുന്നത് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. അല്ല, രതീഷും റോക്കിയുമാണ് ഞാൻ കണ്ടതിൽ ഇതുവരേക്കും ഒറ്റയ്ക്കായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. മറ്റേ ശ്രീരേഖ പോലും മറ്റേ റൂമിനകത്ത് പോയിട്ട്, ഏത് റൂമിനകത്ത്, പവർ റൂമിനകത്ത് പോയിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് രതീഷിന് പണി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ ഇവർ രണ്ടുപേരും ആരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടല്ല കാര്യം ചെയ്യുന്നത്. ആണോ? അല്ല. അപ്പോൾ ഇപ്പോൾ ഈ സീസണിൽ ഈ ആഴ്ചയിൽ എൻ്റെ റിവ്യൂ എനിക്ക് തോന്നിയത് റോക്കി ബായിയും രതീഷുമാണ് ഒറ്റയ്ക്ക് പൂർണ്ണമായും ഒറ്റയ്ക്ക് കളിക്കുന്നത്. ജാസ്മിൻ ഒരു സപ്പോർട്ടിന് വേണ്ടിയാണ് ഇപ്പോൾ ഗബ്രിയിൽ എത്തിയിരിക്കുന്നത്. ഗബ്രി അവിടെ ഒരു സപ്പോർട്ട് പ്രണയ പരിപാടി നടത്തുമ്പോൾ എന്തായാലും എലിമിനേഷനിൽ നോമിനേറ്റ് ചെയ്യില്ലല്ലോ, ചെയ്യുമോ? അത് മഹാദണ്ഡിതരമല്ലേ? എൻ്റെ കൂടെ ഇരുന്ന് പാതിരാത്രി വെളുപ്പാങ്കാലം 3:30 വരെ ഇരുന്ന് കഥ പറയും, പിറ്റേ ദിവസം പോയിരുന്ന് എനിക്കെതിരെ നോമിനേഷൻ പറയാമെന്ന് പറഞ്ഞാൽ അത് ഉണ്ടാകത്തില്ല. അപ്പോൾ ഓരോരുത്തരിങ്ങനെ ചാക്കിട്ട് പിടിച്ച് വരും. ഇതിൻ്റെ ഗെയിമിൻ്റെ ഒരു ഭാഗമാണ്. ഈ 19 പേരുള്ളതുകൊണ്ടാണ് കുറച്ച് പേർക്ക് ഫേസ് കിട്ടാതെ പോകുന്നത്. അല്ലല്ല, അത്രയും ആൾക്കാർ വേണം. ആൾക്കാർ കുറഞ്ഞു പോയാലും ബോറാണ്. ഇപ്പോൾ കുറേ കഴിഞ്ഞ് എലിമിനേഷൻ കഴിഞ്ഞ് 6 പേര് 7 പേര് മാത്രം കഴിയുമ്പോഴത്തേക്ക് പുറത്ത് പോയവരെല്ലാവരും തിരിച്ചു വിളിക്കാറില്ല. ആൾക്കാർ അത്രയും വേണം, അപ്പോഴേ ആ ബഹളം ഉണ്ടാകത്തുള്ളൂ. അത് ബഹളം ഇത്രയും പോരാ, ഇനിയും കൂടണമെന്നാണ് ഞാൻ പറയുന്നത്. എല്ലാവരും കൂടെ രതീഷിനെ പോലെ എല്ലാവരും കൂടെ അങ്ങോട്ട് കണ്ടൻറ്റുമായിട്ട് ഇറങ്ങിയാലോ ലാവിഷായിട്ട് കണ്ടൻറ്റ് കിട്ടൂലേ. പക്ഷെ ചിലർ പഠിച്ചും പദ്ധതിയും കൊണ്ട് വന്ന പലതും അങ്ങോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. വന്നതും സാധനവും നമ്മൾ പഠിച്ചു പോയാൽ പറ്റത്തില്ല. സിറ്റുവേഷൻ അനുസരിച്ച് സ്പോണ്ടേനിയസ് ആയിട്ട് ഓരോ കാര്യങ്ങളും വരാനായിട്ട് നമുക്ക് നോക്കണം. അതാണ് വേണ്ടത്. അപ്പോൾ ഇതുവരയ്ക്കും ഞാൻ ഹാപ്പിയാണ്. സെലക്ഷൻ നല്ലതാണ്. കോമൺ ആയിട്ട് ഒരുപാട് പേർക്ക്, പുതിയ ആൾക്കാർക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ കോമണർ എന്ന് പറഞ്ഞിട്ടുള്ള ആ 2 പേരുടെ എൻട്രി ഞാൻ ചോദിക്കുന്നത്, അവർ ആക്ച്വലി കോമണർ ആണോ? അല്ല, നമ്മൾ ഗോപികയാണ് കഴിഞ്ഞ പ്രാവശ്യം കോമണർ എന്ന് പറഞ്ഞ് ജനങ്ങൾ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ആരായിരുന്നു? ഗോപിക. ആ ഗോപികയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് സെൻറ്റ് തെരേസാസ് കോളേജിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ഒരു ടീച്ചറാണെന്ന് അവരുടെ ഇപ്പോൾ കുറേ വ്ളോഗ്സൊക്കെ ഉണ്ട്. അവർ പല ആർട്ടിസ്റ്റുകളോടൊപ്പം സെലിബ്രിറ്റികളോടൊപ്പം ഒക്കെ നിൽക്കുന്നതും മറ്റൊരുമൊക്കെ അവരും ഈ വ്ളോഗ്സും സോഷ്യൽ മീഡിയയിലൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ചെറിയ അവരൊക്കെ സെലിബ്രിറ്റീസ് തന്നെയല്ലേ? എനിക്ക് കോമണേഴ്സ് ആണോ? ഹൈലി എഡ്യൂക്കേറ്റഡും അതുപോലെ തന്നെ അവർ സോഷ്യൽ മീഡിയയിൽ മുൻപന്തി നിൽക്കുന്നതാണ്. യഥാർത്ഥത്തിലൊരു വീട്ടമ്മയോ ഒരു വീട്ടിലുള്ള പയ്യനെയോ ഈ സോഷ്യൽ മീഡിയയിൽ ഒന്നുമില്ലാത്ത 2 പേരെ, ഒരാളിനെ 2 പേരെ കൊണ്ടുവരുമായിരുന്നെങ്കിലോ? ഞാനിത് ആരെയും കുറിച്ച് കുറ്റം പറയുന്നതല്ല. കോമണേഴ്സ് എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ കോമൺ ആയിട്ടുള്ള ആൾക്കാർ വന്നാൽ നന്നായിരുന്നില്ലേ? അല്ലേ? എനിക്ക് തോന്നിയ ഒരു സാധനം ഒരാളെങ്കിലും ഇപ്പം കഴിഞ്ഞാൽ ഗോപിയെ നല്ലതായിരുന്നു. പക്ഷേ ഇടയ്ക്ക് ഗോപിയുടെ കൈ വിട്ടുപോയി. ഗോപിയുടെ നാക്ക് ചതിച്ചതുപോലെ ഇടയ്ക്ക് തോന്നി, അല്ലേ? ഒരു ചെറിയ ലെവൽ അങ്ങോട്ട് മാറിപ്പോയി. അപ്പോൾ മനുവിനെ കൊണ്ടുപോകാം. മനു അല്ലെങ്കിൽ നിങ്ങളുടെ ഒന്നും പേരെനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ കോമണേഴ്സിൻ്റെ കൂട്ടത്തിൽ നിന്ന് നമ്മുടെ യൂട്യൂബേഴ്സിൽ അല്ലെങ്കിൽ സാധാ ആരും കണ്ടിട്ടില്ലാത്ത ഇവരുടെയൊക്കെ ഓരോ വീഡിയോ വരുമ്പോഴാണ് ഞാൻ കാണുന്നത്. ഇവരൊക്കെ ഇപ്പോൾ കോമണേഴ്സ് എന്ന് പറഞ്ഞ് കയറിയവരൊക്കെ പലതിലും മുൻപന്തി നിൽക്കുന്നുണ്ട്. അതുപോലെ ഞാൻ ഒരു കാര്യം കൂടെ എനിക്ക് ഓർപ്പിക്കേണ്ടത്, ഞാൻ കയറിയ സമയത്ത് ഞാൻ ആരോടും പറയാതെയാണ് പോയത്. എന്നിട്ട് എൻ്റെ കോളേജിൽ എനിക്ക് ലീവ് കിട്ടണമല്ലോ. അപ്പോൾ ഞാൻ വളരെ ക്ലോസ് ആയിട്ട് അങ്ങനെ പറഞ്ഞിട്ടൊക്കെയാണ് പോയത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും തെളിയിക്കാമോ? ഞാൻ കയറുന്നതിന് മുമ്പ് ഞാനൊരു വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടാണ് കയറിയതായിട്ട് എവിടെയെങ്കിലും തെളിയിപ്പിക്കാൻ പറ്റുമോ? പക്ഷേ ഇവിടെ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടത്, ഇവരകത്ത് കയറിയതിന് ശേഷം ജാസ്മിൻ്റെ ഒരു വീഡിയോ പുറത്തു വന്നു. എല്ലാവരുടെയും വീഡിയോ വന്നല്ലേ? കുറേ വീഡിയോകളാണ് ഞാൻ കണ്ടത്. അതുപോലെ തന്നെ ഇവർക്ക് വേണ്ടി കുറേ പേര് ബാക്കിൽ നിന്ന് പോകുന്നതിന് യാത്ര പറഞ്ഞ് സംസാരിക്കുന്ന ഒരു സാധനം വന്നു. ശ്രദ്ധിച്ചോ? അപ്പോൾ പലരും പബ്ലിസിറ്റി കൊടുത്തിട്ടാണ് വന്നത്. അപ്പോൾ ഞാനൊക്കെ മണ്ടനായിരുന്നല്ലേ? അല്ലടാ, ഞാനൊക്കെ സത്യസന്ധമായി നിന്നതുകൊണ്ടാണ് നിങ്ങളെപ്പോലെയുള്ള കോടിക്കണക്കിന് സഹോദരങ്ങൾ എന്നെ സ്നേഹിച്ചത്. ശരിയല്ലേ? ഒരാൾ പോലും എനിക്ക് സപ്പോർട്ടില്ല. ഞാൻ എൻ്റെ വീട്ടിൽ നിർത്തിയിരിക്കുന്ന ചേച്ചിയുടെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് വന്ന ഇതാണ്. ആദ്യമായിട്ട് ഞാൻ ഒരു ചാനൽ പറയണം, ഞാൻ സീസൺ 2 പോകുമ്പം എനിക്ക് വേണ്ടി ആരും സപ്പോർട്ട് ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ ഇരിക്കുന്ന ചേച്ചിയോട് പറഞ്ഞിട്ട് വന്നു, ചേച്ചി ഡെയിലി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോ, എനിക്ക് കിട്ടുന്നതിന് 1000 രൂപ വെച്ച് ഞാൻ ചേച്ചിക്ക് തരാമെന്ന്. സത്യമായിട്ട് 70 ദിവസം നിന്നേ ഞാൻ ചേച്ചിക്ക് ഞാൻ 70,000 രൂപയും കൊടുത്തു. അപ്പോൾ കേട്ട ജൽദി ചോദിക്കുന്നെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പുറത്തിങ്ങനെ വീഡിയോ ടൈം അനുസരിച്ച് സെറ്റ് ചെയ്യാതെ വേറെ എങ്കിലും എത്തിച്ചത് അതൊക്കെ ഈ കളിയിലൊരു സുഖമില്ലാത്തൊരു ഇടപാടായിട്ട് തോന്നി. ശരിയാണോ? ശരിയല്ലേ? ശക്തമായ PR വർക്കുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പുറത്തേക്ക് കയറി. അതുകൊണ്ടാണ് എനിക്ക് ആ ജാസ്മിൻ്റെ പ്രവർത്തനത്തിലൊക്കെ എനിക്ക് അത്രത്തോളം എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റാതെ വരുന്നത്. കാരണം ഞാൻ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി, അല്ലേ? അത് എല്ലാം സെറ്റ് ചെയ്തെന്ന് വെച്ചാൽ പ്ലാൻഡുകളായിരുന്നു, പ്രീ പ്ലാൻ. പക്ഷേ ഞങ്ങളുടെ സീസൺ 1 ആണെങ്കിലും സീസൺ 2 ആണെങ്കിലും ഇങ്ങനെയുള്ള പ്ലാനുകളൊന്നും പുറത്ത് കാണാനേ പറ്റിയിട്ടില്ലായിരുന്നു. ശരിയല്ലേ? അല്ലേ? എൻ്റെ കൂടെയുള്ള സീസൺ 2
ആരുടെയും ഒരു പ്ലാനുകളും പുറത്തുണ്ടായിരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഉണ്ടോ? ഇല്ല. സീസൺ 1 ഇല്ലായിരുന്നു. അത് ട്രൂ ആയിട്ട് തന്നെ എനിക്ക് 1ഉം 2ഉം വന്നു. പക്ഷേ അതിന് ശേഷം വന്ന് PR വർക്കുകൾ. ഇതിപ്പോൾ PR വർക്ക് നിങ്ങളുടെ നീ ആർക്കെങ്കിലും PR വർക്ക് എന്നെ തെറി വിളിക്കരുത് കേട്ടോ. ആരെങ്കിലുമൊക്കെ എനിക്ക് മനുവിൻ്റെ പേര് മാത്രമേ, അതുകൊണ്ട് ഞാൻ മനു എന്ന് പറയുന്നത്. നിങ്ങളാരെങ്കിലും PR വർക്ക് ചെയ്യുന്നെങ്കിൽ എനിക്ക് വിരോധമൊന്നുമില്ല. ജീവിക്കാൻ വേണ്ടി നമ്മൾ നല്ല തൊഴിൽ ചെയ്യുന്നു, അത് ഓക്കെയാണ്. പക്ഷേ അത് കുറേ പേർക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പോകുമ്പം മറ്റുള്ള ഇതൊന്നും ഇല്ലാതെ പോയാൽ, ഞാൻ ചോദിക്കട്ടെ, റോക്കിക്ക് ഇതില്ല എങ്കിൽ അത് നമ്മൾ റോക്കിയോടെ ചെയ്യുന്ന അധർമ്മം തന്നെയല്ലേ? അതിനകത്ത് മറ്റ് കണ്ടസ്റ്റൻസിന് PR വർക്ക് ചെയ്യാൻ കൊടുക്കാൻ പൈസയില്ല. അവരങ്ങനെയൊന്നും PRും ചെയ്യാതെ സത്യസന്ധമായി ന്യായമായിട്ട് അവർ നീതിപൂർവ്വം അകത്ത് കയറി വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതാക്കിയിട്ട് പോയവരും മറ്റവരോട് ചെയ്യുന്ന ഒരു അനീതി തന്നെയല്ലേ? അല്ലേ? അതുകൊണ്ടാണ് ഞാനത് എതിർത്തത്. കളി തുടങ്ങിയതിന് ശേഷം താനേ വന്ന് ചേർന്ന കൂട്ടം നമുക്ക് വന്നതുപോലെ അല്ലേ? എല്ലാവരും വന്ന് ചേർത്ത് അത് കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ടി ചെയ്ത വർക്കുകൾ അവർ തിരിച്ച് ജയിച്ചു വരുമ്പം അതിൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് ഷെയർ വാങ്ങിക്കട്ടെ, അതൊക്കെ നല്ല കാര്യം. പക്ഷേ ഒരു കോമൺ ആയിട്ടൊരു ഇത് കയറുമ്പം കുറച്ച് പേരെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോകുന്നതിനോട് എനിക്കത്ര വലിയ യോജിപ്പില്ല. എൻ്റെ വ്യക്തിപരമായ തീരുമാനമാണ്. സപ്പോർട്ട് ചെയ്യാന്നുള്ളവർ സപ്പോർട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ഇഷ്ടം പോലെയാവും. ഞാൻ പക്ഷേ പറയണമെന്നുള്ളത് കൃത്യമായി പറയാൻ ശ്രമിക്കും. ഓക്കെ അല്ലേ? പറഞ്ഞു. റോബിനായിട്ടുള്ള കല്യാണം റോബിൻ്റെ കല്യാണം ആയോ? ഇല്ലില്ല, ഞാൻ അറിഞ്ഞില്ല. അവരുടെ പ്രേമത്തിനെക്കുറിച്ച് മാത്രമേ ഞാൻ അറിഞ്ഞുള്ളൂ അതുവരെയ്ക്കും. റോബിൻ്റെ കല്യാണം ആയോ? ജൂണിൽ. വിളിക്കും. നമ്മുടെ അനിയനല്ലേ, ഉറപ്പായിട്ട് റോബിൻ്റെ കല്യാണം എന്നെ വിളിക്കും. എനിക്ക് ആരുടെയും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെയ്ക്കും. കല്യാണം വന്നാൽ തീർച്ചയായിട്ടും റോബിൻ വിളിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ഞങ്ങൾ തമ്മിൽ ഞാൻ ചോദിക്കട്ടെ, ബിഗ് ബോസ് ഷോയിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അത് കോമൺ പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് നമ്മൾ പറയുന്ന ഡയലോഗുകളാണ്. അല്ലാതെ അതൊരു ഇഷ്യൂ ആയതുകൊണ്ട് നമ്മൾ പറയുന്ന സാധനമാണ്. അല്ലാതെ ആർക്കും എതിരെയോ അല്ലെങ്കിൽ വ്യക്തിപരമായ പറയുന്നതല്ല. ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ ഫൈറ്റ് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മൾ രാഷ്ട്രീയത്തിൽ പറയുന്ന പോലെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ചെയ്ത കാര്യങ്ങൾ നമ്മൾ പറയും, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഞാനും റോബിനും സഹോദരങ്ങളാണ്, ഞാനും അഖിലും സഹോദരങ്ങളാണ്. കഴിഞ്ഞു പോയ എല്ലാ ജൂനിയേഴ്സും എല്ലാ ആർട്ടിസ്റ്റുകളും എൻ്റെ സുഹൃത്തുക്കളാണ്. എനിക്ക് യാതൊരു സംശയമില്ല, പ്രത്യേകിച്ച് സീസൺ 2 അതുകൊണ്ട് റോബിൻ ഉറപ്പായി കല്യാണം നടന്നാൽ എന്നെ വിളിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കല്യാണം നടന്നാൽ എന്നെ റോബിൻ വിളിക്കാതിരിക്കില്ല. ഇതാണ്.